ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ തിരുവോണ ദിവസം എങ്ങനെയാണെന്നാണ്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നലെ രാത്രി 3 മണിക്കാണ് പൂ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് രാത്രി ഇറുത്ത് വയ്ക്കാനായിട്ട് സമയം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ 6:30 എണീറ്റാണ് ഇടാനായിട്ട് പൂ ഇറുക്കാൻ ഇറങ്ങിയത്. ഒരുപാട് നാളായിട്ട് നമ്മൾ അത്തം ഇടുന്നുണ്ട്, പക്ഷേ എല്ലാ വർഷവും രാത്രി തന്നെ ഇറുത്ത് വെച്ചിട്ട് രാവിലെയാണ് അത്തം ഇടാറ്. പക്ഷേ ഇപ്രാവശ്യം മാത്രം ഈ രാവിലെ എണീറ്റ് ഇറുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാനും അമ്മയും കൂടെയാണ് പൂ ഇറുത്തത്. അതിന് പൂവൊന്നും ഒരുപാട് കിട്ടിയില്ല, ലേറ്റായിട്ടല്ലേ പോയേ. അപ്പോൾ നമുക്ക് കുറച്ച് പോയേ കിട്ടുള്ളൂ. കൂടുതലും ഈ ഒരു ഓറഞ്ച് ജമന്തിയായിരുന്നു. അങ്ങനെ അത് ഇറുത്തതിന് ശേഷം അടുത്ത് കുറച്ച് അരളിപ്പൂ കിട്ടിയായിരുന്നു. അങ്ങനെ അതും കൂടെ ഇറുത്ത് വെച്ചു. അപ്പോൾ ഓണത്തിന് ഇതുപോലെ അത്തമൊക്കെ ഇടുന്നത് ഭയങ്കര രസമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് രാത്രി എന്നെ അച്ഛനെ പറഞ്ഞു വിട്ട് ഞാൻ വാങ്ങിച്ചത്. അടുത്തത് മഞ്ഞപ്പൂ. ആകെ 2 പൂവേ കിട്ടിയുള്ളൂ. അതെന്തോ പൂവാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ആ കിട്ടിയ 2 പൂവും കൂടെ ഞാൻ ഇറുത്തെടുത്തായിരുന്നു. പിന്നെ ഒരു വെള്ളപ്പൂ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു അത്തത്തിൻ്റെ നടുക്ക് അത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മഞ്ഞപ്പൂ ഇറുത്തെടുത്തതിന് ശേഷം കവറിൽ നോക്കിയപ്പോഴത്തേക്കും ഒരു വെള്ളപ്പൂ കൂടെ കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ അതും കൂടെ അതിൻ്റെ സൈഡിലായിട്ട് ഒടിച്ച് വെച്ചായിരുന്നു. അടുത്തതാണ് എനിക്ക് ഏറ്റവും പാട്, പൂക്കളിൽ തന്നെ ഇറുക്കാനായിട്ട് അല്ലെങ്കിൽ നുള്ളിയെടുക്കാൻ പാട് ഈ ഒരു വാടാമുല്ലയാണ്. അത് ഒരെണ്ണം തന്നെ നുള്ളിയെടുക്കാൻ ഒരുപാട് സമയമെടുത്തു. അങ്ങനെ ഞാനും അമ്മയും കൂടെ എങ്ങനെയൊക്കെ കുറേയൊക്കെ നുള്ളിയെടുത്തായിരുന്നു. എന്നാലും കവറിൽ എടുക്കാതെ കുറച്ച് ബാക്കി വന്നായിരുന്നു. കാരണം രാവിലെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് നുള്ളിയെടുക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ കുറച്ച് ഇതുപോലെ ഒടിച്ചും കൂടെ എടുത്തായിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് ഇലകൾ ഒരു കവറിൽ കെട്ടി മാറ്റി വെച്ചായിരുന്നു ഈ അത്തം ഇടാൻ വേണ്ടി. അപ്പോൾ എന്തായാലും അതും നന്നായി. പൂക്കൾ കുറച്ചല്ലേ കിട്ടിയുള്ളൂ. എന്തായാലും ഇത് വെച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഇലയുടെ നുള്ളിയെടുത്തതിന് ശേഷം അത്തം ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഞാൻ നടുക്ക് വെള്ളപ്പൂവും അടുത്ത് മഞ്ഞപ്പൂവാണ് വെച്ചത്. അപ്പോൾ എനിക്ക് അത്രയൊരു ഭംഗി തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അതൊന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ നടുക്ക് അരളിപ്പൂ വെച്ച് കൊടുത്തേ. പിന്നെ അടുത്ത ലെയർ ഈ ഒരു ജമന്തിയുടെ വെച്ചാണ് സെറ്റ് ചെയ്തത്. ഞാൻ പൂക്കളൊന്നും വരച്ചിട്ടില്ലായിരുന്നു. അപ്പം എങ്ങനെ ഇമാജിനേഷനിൽ എന്ത് തോന്നുന്നു അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെ ഇതായിരുന്നു എൻ്റെ അത്തത്തിൻ്റെ ഫൈനൽ ലുക്ക്. അടുത്ത് കോവിലിൽ പോയപ്പോഴത്തേക്കും അവിടെ വലിയൊരു പരശുരാമൻ്റെ അത്തമൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കും കോവിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു അവിടെ നിന്നപ്പോഴത്തേക്കും. അങ്ങനെ അച്ഛൻ എനിക്ക് ഫോട്ടോയൊക്കെ എടുത്തു തന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നേരെ വീട്ടിൽ വന്നു. പിന്നെ അടുത്ത് ഈ നല്ല തലകറക്കമായതുകൊണ്ട് രാവിലത്തെ കാപ്പിയുടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും അമ്മ സദ്യ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ബോളിയും പാലടയും കൂടെ ചേർത്ത് കഴിച്ചായിരുന്നേ. അങ്ങനെ ഞാൻ മുറ്റത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ അത്തത്തിൻ്റെ ഒരു ഭാഗം കാണാനില്ല. ഇതെവിടെ പോയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും വൈകുന്നേരം ആയപ്പം ഞാൻ തന്നെ പോയി അത്തമൊക്കെ ഇളക്കി. അത്തം ഇളക്കുമ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ. അത് കഴിഞ്ഞതിന് ശേഷം സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കത്തിച്ച് ഒരു ഗ്ലാസ് പായസം കൂടെ കഴിച്ചായിരുന്നു. അതിനുശേഷം രാത്രി ഉച്ചയ്ക്ക് ബാക്കി വന്ന കറികളും അച്ചാറും എല്ലാം കൂടെ കൂട്ടി ചോറ് കഴിച്ചായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ബൈ.